ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ആത്മീയ അഭ്യസനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നോമ്പും ഉപവാസവും. ഈ രണ്ട് കാര്യങ്ങളും ഒത്തുചേരുന്ന വലിയ നോമ്പിൽ കൂടി നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകളിൽ കൂടിയുള്ള ഈ ഒരു സഞ്ചാരം ഏറ്റവും അനുഗ്രഹകരമാകണമെങ്കിൽ കർത്താവിൻ്റെ ഈ സഹനങ്ങളോട് അല്പമെങ്കിലും അനുരൂപപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാൽവരി കുരിശിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണല്ലോ ഇത്. ഇവിടെ ഒറ്റിക്കൊടുക്കുവാനും തള്ളിപ്പറയുവാനും വൈവിധ്യങ്ങളായ സാഹചര്യങ്ങൾ ഈ വേളയിൽ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമുണ്ടാകുകയില്ല. അതിനെയെല്ലാം തരണം ചെയ്ത് ഉയിർപ്പിൻ്റെ സന്തോഷം അനുഭവവേദ്യമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിനോടുള്ള ചേർന്നുള്ള ഈ യാത്ര ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാൻ കർത്താവ് നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തെന്നെ അനുഗമിക്കട്ടെ. വിശുദ്ധ നോമ്പിൽ കൂടിയുള്ള യാത്ര എങ്ങനെയാകണമെന്ന് ഈ വേദവാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ കാര്യം നോമ്പ് സ്വയം ത്യജിക്കലാണെന്നുള്ളതാണ്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. നോമ്പിൽ കൂടിയുള്ള ഈ യാത്ര സ്വയം ത്യജിക്കലാണ്, സ്വന്തം താല്പര്യങ്ങൾ ത്യജിക്കലാണെന്നുള്ള ആ വലിയ ഒരു സന്ദേശം ഈ വേദവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് താല്പര്യമുള്ള ഭക്ഷണത്തെ വെടിഞ്ഞുകൊണ്ടുള്ള നിഷ്ഠയോടുകൂടിയുള്ള ജീവിതമാണല്ലോ വിശുദ്ധ നോമ്പെന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജീവിത അനുഭവത്തിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശന്നു വലഞ്ഞ കർത്താവിൻ്റെ അടുക്കൽ സാത്താൻ വന്ന് നീ ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവവചനങ്ങൾ കൊണ്ടുകൂടിയാണെന്നുള്ള മറുപടിയാണ് യേശു തമ്പുരാൻ നൽകുന്നത്. ഈ അനുഭവത്തിൽ നമ്മുടെ ജീവിതയാത്ര, ഈ നോമ്പിലെ യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം. സ്വയം ത്യജിച്ചുള്ള യാത്രയാണ് വിശുദ്ധ നോമ്പെന്ന് പറയുന്നത്. ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: തൻ്റെ ക്രൂശ് എടുത്തെന്നെ അനുഗമിക്കട്ടെ. ഇതും വിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോമ്പിൽ കൂടിയുള്ള ഈ യാത്ര നമ്മുടെ ക്രൂശ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു യാത്ര കൂടിയാണ്. അത്തരത്തിൽ സ്വയബോധത്തിൽ, സ്വന്തം താല്പര്യത്തിൽ അവനവനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയാണ് ഈ വലിയ നോമ്പിലെ യാത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ ക്രൂശ് ചുമക്കുന്നതാണ്. കുരിശ് ധരിക്കുവാനുള്ള താല്പര്യമൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ അതിനപ്പുറമായി ക്രൂശിനെ വഹിച്ചുകൊണ്ടുള്ള തമ്പുരാനോട് ചേർന്നുള്ള യാത്രയാണ് വിശുദ്ധ നോമ്പിലെ യാത്ര. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയം, നമ്മുടെ ധനം, നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ, ഇതൊക്കെ തീർച്ചയായും ക്രൂശ് സ്വയം ചുമക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന് നാം സന്നദ്ധരാകുമ്പോഴാണ് നോമ്പ് അത് പൂർണ്ണതയിലെത്തുന്നത്. അതുകൊണ്ട് സ്വയം ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രൂശിനെ പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുത്ത് യാത്ര ചെയ്ത് ഈ നോമ്പിനെ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാനായിട്ട് സാധിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.